ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നമുക്കൊരുമിച്ച് ചിന്തിക്കാം. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 16-ാമത്തെ വചനം, നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചുകൊള്ളുക, ഇതിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. ജീവിതമാണോ ഉപദേശമാണോ വലുത്? ഉപദേശത്തിനാണോ പ്രാധാന്യം കൊടുക്കേണ്ടത്, അതോ ജീവിതത്തിനാണോ? ഇത് രണ്ടും അത്യാവശ്യമാണ്. എങ്കിലും ജീവിതം ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ടാണ് തിമോത്തിയോസിന് പൗലോസ് ഉപദേശം കൊടുക്കുമ്പോൾ അതിൻ്റെ ക്രമം പറഞ്ഞിരിക്കുന്നു. ആദ്യം നിന്നെ തന്നെയും, രണ്ടാമത്തേതിൽ നിന്റെ ഉപദേശത്തെയും നീ സൂക്ഷിക്കണം. നമ്മെ തന്നെ സൂക്ഷിക്കുക. ജീവിതം ആണ് ദൈവത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടത്. ജീവിതമില്ലാതെ കുറെ ഉപദേശിച്ചിട്ടെന്താണ് കാര്യം? ഉപദേശം തലനാരിഴ കീറി മുറിച്ച് വിശകലനം ചെയ്ത് മറ്റുള്ളവരെ തോൽപ്പിക്കുവാനൊക്കെ സാമർഥ്യമുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. വാദപ്രതിവാദങ്ങളൊക്കെ നടത്തിയാൽ അവരായിരിക്കും ജയിക്കുന്നത്. ഗ്രീക്കും മൂലഭാഷയും ഒക്കെ വളരെ പഠിച്ച് പാണ്ഡിത്യം നേടിയവരാണ്. അവരെ തോൽപ്പിക്കുവാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ഉപദേശത്തിൽ അവർ വളരെ നിപുണരാണ്. പരീശന്മാരെ പോലെ. കർത്താവ് പരീശന്മാരെ കുറിച്ച് പറഞ്ഞത്, അവർ പറയുന്നതൊക്കെ നിങ്ങൾ ചെയ്തു കൊള്ളണം, പക്ഷേ അവരുടെ പ്രവൃത്തികൾ പോലെ അരുത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, അവർ പറയുന്നതെല്ലാം നല്ല കാര്യങ്ങളാണ്, അവർ പറയുന്നതെല്ലാം സത്യമാണ്, അവർ പറയുന്ന കാര്യങ്ങളെല്ലാം തികച്ചും ശരിയുമാണ്. പക്ഷേ പറയുന്നത് നിങ്ങൾ കേൾക്കണം, അവരുടെ പ്രവൃത്തി നിങ്ങൾ അനുകരിക്കരുത് എന്ന് പറയുമ്പോൾ അവർക്ക് ജീവിതമില്ല, പക്ഷെ ഉപദേശമുണ്ട്. ഇത് രണ്ടും ഒരുമിച്ച് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. നാം ഏറ്റവും പ്രധാനമായിട്ട് സൂക്ഷിക്കേണ്ടത് നമ്മുടെ ജീവിതത്തെയാണ്. ജീവിതം മലിനപ്പെട്ട് കഴിഞ്ഞാൽ, ജീവിതം താളം തെറ്റിക്കഴിഞ്ഞാൽ, നമുക്ക് നമ്മളെ കാത്തു സൂക്ഷിക്കുവാൻ കഴിയാതെ പോയാൽ നാം ഉപദേശിക്കുന്ന ഉപദേശത്തിന് എന്താണ് പ്രസക്തി? യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അവൻ ചെയ്തും ഉപദേശിച്ചും തുടങ്ങിയ കാര്യങ്ങൾ എന്നാണ്. അപ്പോസ്തലപ്രവൃത്തിയിൽ നാം അത് കാണുന്നു. യേശു ചെയ്യാത്ത ഒരു കാര്യങ്ങളും ഉപദേശിച്ചിരുന്നില്ല. എന്ന് പറഞ്ഞാൽ ഉപദേശം പറയുന്ന യേശു ജീവിതത്തിൽ അത് പ്രവർത്തിച്ചിരുന്നു. ഉപദേശത്തിന് പ്രാധാന്യമില്ല എന്നല്ല ഇതിൻ്റെ അർത്ഥം. ഉപദേശത്തെക്കാൾ വലുതാണ് ജീവിതം. നിന്നെ തന്നെയും ഉപദേശത്തെയും നീ സൂക്ഷിച്ചു കൊള്ളണം. അതായത് ഇത് രണ്ടും ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ്. ചുരുക്കി പറഞ്ഞാൽ, ജീവിതമില്ലാതെ, സാക്ഷ്യമില്ലാതെ, വചനമനുസരിക്കാതെ, വചനം പ്രമാണിക്കാതെ നീ ഉപദേശിക്കരുത് എന്നാണ് പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നത്. ഇന്നത്തെ ആത്മീയ ശുശ്രൂഷകൾ വിലയിരുത്തുമ്പോൾ എത്ര നന്നായിട്ട് വചനത്തിൻ്റെ മർമ്മങ്ങൾ മൂലഭാഷകളിൽ നിന്നൊക്കെ എടുത്ത് പഠിച്ച് ജനങ്ങളെ പഠിപ്പിക്കുമ്പോൾ എത്ര സമർത്ഥമായിട്ട് അവതരിപ്പിക്കുന്നു, അതൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷം ഒരു വശത്ത് തോന്നുമെങ്കിലും സ്റ്റേജ് വിട്ടിറങ്ങിക്കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും ജീവിതവും സംസാരവും പ്രതികരണവും ആഡംബരഭ്രമവും ദ്രവ്യാഗ്രഹവും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള പരക്കം പാച്ചിലും കാണുമ്പോൾ നമുക്ക് വളരെ സങ്കടം തോന്നും. അതുകൊണ്ട് നാം നമ്മെ തന്നെ സൂക്ഷിക്കണം. രണ്ട് ഉപദേശത്തെയും, നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവിക ഉപദേശം, അതിൽ വെള്ളം ചേർക്കരുത്, മായം കലർത്തരുത്, കോംപ്രമൈസ് ചെയ്യരുത്. ദൈവവചനം, അതിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല. രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കണം. അങ്ങനെ ചെയ്താൽ എന്ന് പറഞ്ഞാൽ
നാം നമ്മെ തന്നെ കാത്തു സൂക്ഷിച്ചുകൊണ്ട്, പാപത്തിൽ വീഴാതെ കാത്തു സൂക്ഷിച്ചുകൊണ്ട്, നാവിനെ ഇട്ടുകൊണ്ട്, ഹൃദയത്തിലെ വിചാരങ്ങളെ എല്ലാം യേശുക്രിസ്തുവിനോടുള്ള അനുസരണത്തിൽ പിടിച്ചെടുത്തുകൊണ്ട് ഉപദേശിക്കുവാൻ ആരംഭിച്ചാൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. പ്രസംഗം കേൾക്കുന്നവർ രക്ഷ പ്രാപിക്കണം. പ്രസംഗം കേൾക്കുന്നവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസമുണ്ടാകണം. നിന്നെയും നീ രക്ഷിക്കും, നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ വളരെ പ്രയോജനമുള്ള ഫലകരമായ ഒരു ശുശ്രൂഷയായിട്ട് തീരും എന്നാണല്ലോ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കണം. ജീവിതത്തിന്, ജീവിത വിശുദ്ധിക്കും ഉപദേശ വിശുദ്ധിക്കും ഒരുപോലെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കാം. കർത്താവേ, ഞങ്ങളുടെ നല്ല വചനങ്ങൾ കേട്ടു, അതനുസരിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് തരണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.